നോളജ് ക്ലൗഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പാർട്ട് 3 ആണ്. 2020 ഡിസംബറിൽ അന്തരിച്ച വിഖ്യാത ദക്ഷിണ കൊറിയൻ ചലച്ചിത്രകാരൻ കിം കി ഡുക് സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനാണ്. 2020 ഡിസംബറിൽ അന്തരിച്ച വിഖ്യാത ദക്ഷിണ കൊറിയൻ ചലച്ചിത്രകാരൻ കിം കി ഡുക്. സമരിറ്റൻ ഗേൾ, 3 അയേൺ, പിയത്ത, ഹ്യൂമൺ, സ്പേസ് എന്നിവ അദ്ദേഹത്തിന് രാജ്യാന്തര പുരസ്കാരം നേടിക്കൊടുത്ത സിനിമകളാണ്. നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ സ്ഥിരം സാന്നിധ്യമാണ് കിം കി ഡുക്കിൻ്റെ സിനിമകൾ. ഉഭയകക്ഷി നിക്ഷേപം തുടങ്ങുന്നതിനും സഹകരണം ശക്തമാക്കുന്നതിനുമായി ഇന്ത്യ അടുത്തിടെ ഏത് രാജ്യവുമായി 9 പുതിയ കരാറുകളിൽ ഒപ്പിട്ടു? ഉസ്ബെക്കിസ്ഥാൻ. ഉഭയകക്ഷി നിക്ഷേപം തുടങ്ങുന്നതിനും സഹകരണം ശക്തമാക്കുന്നതിനുമായി ഇന്ത്യ അടുത്തിടെ ഏത് രാജ്യവുമായി 9 പുതിയ കരാറുകളിൽ ഒപ്പിട്ടു? ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാൻ്റെ പ്രസിഡന്റ് ഷൗക്കത്ത് മിർസിയോയേവ് ആണ്. 2020 ഡിസംബറിൽ ഇന്ത്യയിൽ സാറ്റലൈറ്റ് അധിഷ്ഠിത NB-IoTക്ക് തുടക്കം കുറിച്ച ഇന്ത്യൻ പൊതുമേഖലാ കമ്പനി BSNL. 2020 ഡിസംബറിൽ ഇന്ത്യയിൽ സാറ്റലൈറ്റ് അധിഷ്ഠിത NB-IoT അല്ലെങ്കിൽ നാരോ ബാൻഡ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിന് തുടക്കം കുറിച്ച ഇന്ത്യൻ പൊതുമേഖലാ കമ്പനി BSNL. രാജ്യത്തിൻ്റെ വിദൂര ഭാഗങ്ങളിലും സമുദ്രാതിർത്തിയിലുള്ള നിലവിൽ കണക്ഷനില്ലാത്ത ലക്ഷക്കണക്കിന് കമ്പ്യൂട്ടർ മെഷീനുകളെ തമ്മിൽ ബന്ധപ്പെടാനും ഡാറ്റ കൈമാറാനുമുള്ള സംവിധാനമാണിത്. BSNLും സ്കൈലോടെക് ഇന്ത്യയും ചേർന്നാണ് ഇന്ത്യയിൽ ഇതിന് തുടക്കം കുറിച്ചത്. 2020 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരൻ UA ഖാദർ. 2020 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരൻ UA ഖാദർ നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, ചിത്രകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. UA ഖാദറുടെ ദേശപുരാവൃത്ത രചനയായ തൃക്കോട്ടൂർ പെരുമയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. രാജ്യാന്തര പർവ്വത ദിനം ഡിസംബർ 11. രാജ്യാന്തര പർവ്വത ദിനം ഡിസംബർ 11. ശുദ്ധമായ ജലം, ഊർജം, ഭക്ഷണം, വിനോദം എന്നിവ നൽകുന്നതിൽ പർവ്വതങ്ങൾ വഹിക്കുന്ന പങ്ക് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഓരോ വ്യക്തിക്കും സുരക്ഷ, അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വകാര്യത, മതവിശ്വാസം എന്നിവ ഉറപ്പാക്കി സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമാണിത്. ലോകത്തിലെ കമ്പ്യൂട്ടർ ഡിവൈസുകളിലെ വെബ് ബ്രൗസറുകളെയെല്ലാം ബാധിക്കുന്ന ആഡ്രോസെക് എന്ന പേരുള്ള മാൽവെയറുകളുടെ ആക്രമണം നടക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പ് അടുത്തിടെ നൽകിയ ടെക് കമ്പനി മൈക്രോസോഫ്റ്റ്. ലോകത്തിലെ കമ്പ്യൂട്ടർ ഡിവൈസുകളിലെ വെബ് ബ്രൗസറുകളെയെല്ലാം ബാധിക്കുന്ന ആഡ്രോസെക് എന്ന പേരുള്ള മാൽവെയറുകളുടെ ആക്രമണം നടക്കുന്നുണ്ടെന്ന മുന്നറിയിപ്പ് അടുത്തിടെ നൽകിയ ടെക് കമ്പനി മൈക്രോസോഫ്റ്റ്. യൂറോപ്യൻ ഫുട്ബോൾ ലീഗിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടം കരസ്ഥമാക്കിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ബാലാദേവി, മണിപ്പൂർ. യൂറോപ്യൻ ഫുട്ബോൾ ലീഗിൽ ഗോൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന നേട്ടം കരസ്ഥമാക്കിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം ബാലാദേവി, മണിപ്പൂർ. ഫോബ്സ് മാസികയുടെ 2020 വർഷത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ 100 വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതാ മന്ത്രി നിർമ്മല സീതാരാമൻ. ഫോബ്സ് മാസികയുടെ 2020 വർഷത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ 100 വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വനിതാ മന്ത്രി നിർമ്മല സീതാരാമൻ. 2020 വർഷത്തെ പാലാ നാരായണൻ നായർ സ്മാരക പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. 2020 വർഷത്തെ പാലാ നാരായണൻ നായർ സ്മാരക പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. 2024 പാരീസ് ഒളിമ്പിക്സിൽ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി പുതിയതായി ഉൾപ്പെടുത്തിയ കായിക ഇനം ബ്രേക്കിംഗ് അഥവാ ബ്രേക്ക് ഡാൻസ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി പുതിയതായി ഉൾപ്പെടുത്തിയ കായിക ഇനം ബ്രേക്കിംഗ് അഥവാ ബ്രേക്ക് ഡാൻസ്.
2020 ഡിസംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം പാവ്ലോ റോസി. 2020 ഡിസംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം പാവ്ലോ റോസി 1982 ഇറ്റലിയുടെ ലോകകപ്പ് ഫുട്ബോൾ കിരീട നേട്ടത്തിനു പുറമെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോളും ഗോൾഡൻ ബൂട്ടും ലഭിച്ചത് പാവ്ലോ റോസിക്കാണ്. 1982 ലോകകപ്പ് ഫുട്ബോളിൽ ഇറ്റലിയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ച താരമാണ് പാവ്ലോ റോസി. 2020 ഡിസംബറിൽ സജീവ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ പാർത്ഥിവ് പട്ടേൽ. 2020 ഡിസംബറിൽ സജീവ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ പാർത്ഥിവ് പട്ടേൽ ഇന്ത്യയ്ക്കു വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വിക്കറ്റ് കീപ്പർ എന്ന നേട്ടം പാർത്ഥിവ് പട്ടേലിന്റെ പേരിലാണുള്ളത്. 2020 ഡിസംബറിൽ അഫ്ഗാനിസ്ഥാനിൽ വെടിയേറ്റ് മരിച്ച മാധ്യമ പൗരാവകാശ പ്രവർത്തകയായ വനിത മലാല മെയ്വത്. 2020 ഡിസംബറിൽ അഫ്ഗാനിസ്ഥാനിൽ വെടിയേറ്റ് മരിച്ച മാധ്യമ പൗരാവകാശ പ്രവർത്തകയായ വനിത മലാല മെയ്വത്